ഡിപ്രഷനൊക്കെ എല്ലാ ആളുകൾക്കും ഉള്ള കാര്യമല്ലേ? അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യമുണ്ടോ? പല ആളുകളുടെ ഒരു സംശയമാണ്. അത്ര നിസ്സാരക്കാരനാണോ ഡിപ്രഷൻ? ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 280 മില്യൺ ആളുകളിൽ ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. ഇനി ഇന്ത്യയിലെ കണക്കെടുക്കാം. ഇന്ത്യയിലെ കണക്കനുസരിച്ച് 56 മില്യൺ ആളുകളിൽ ഡിപ്രഷൻ ഉണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 15 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 4ാമത്തെ കാരണങ്ങളിലൊന്നാണ് ആത്മഹത്യ. ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡിപ്രഷനാണ്. ശരിയായ ചികിത്സ എടുത്തില്ലെങ്കിൽ ഡിപ്രഷൻ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? ഒന്നാമതായി പ്രൊഡക്ടിവിറ്റി കുറയുന്നു. ഡിപ്രഷനുള്ള ആളുകൾക്ക് കോൺസെൻട്രേഷൻ കുറവാകുന്നത് മൂലം അവർ പഠനത്തിൽ പുറകോട്ട് പോകാനും ജോലിയിൽ പുറകോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തതായി ലഹരി ഉപയോഗം. ഡിപ്രഷനുള്ള പല ആളുകൾക്കും ഡിപ്രഷനോട് ശരിയായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റാത്തത് മൂലം ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? അതിനോട് അഡിക്ഷൻ ഉണ്ടാകുന്നു. മൂന്നാമതായി റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഡിപ്രഷനുള്ള ആളുകളിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമതായി ആത്മഹത്യാ പ്രവണത. ഡിപ്രഷനുള്ള ആളുകൾക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലായതുകൊണ്ട് തന്നെ ശരിയായ ചികിത്സ എടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.